ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഒരു വർഷം മുന്നേ ഇന്നേ ദിവസം കുറേ നാൾക്ക് ശേഷം ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഞാൻ പറയുന്ന കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് വേവും സെക്കൻഡ് വേവ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ആഘോഷിച്ച് പോയി കണ്ട പടം എന്താ ഭയങ്കര ഹിറ്റ് ആയത്. ശരിക്കും ആ സമയത്ത് എനിക്കൊന്ന് തിയേറ്ററിൽ ഉണർത്തിയൊരു സിനിമയായിരുന്നു മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന്. നമുക്കറിയാം, നമ്മുടെ സ്വന്തം DQവിന്റെ കുറുപ്പ് അല്ലെ. കാരണം അത്രയും ആ ഒരു എന്താ പറയാ, നമുക്ക് അറിയുന്ന ഒരു കഥ അല്ലെങ്കിൽ നമ്മൾ കുറെ കേട്ടിട്ടുള്ള കഥ, അത് അത്രയും നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് നമ്മളെയൊക്കെ ആ ഒരു ത്രില്ലടിപ്പിച്ച്, അതായത് ജസ്റ്റ് ഒരു പടം മാത്രമല്ല അല്ലെ, അതിൻ്റെ അകത്ത് ആ ഒരു ത്രില്ലും സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ത്രില്ലുണ്ട് അതിനകത്ത്, ആ ഒരു ഇമോഷൻ എല്ലാം ആ ടോട്ടലായിട്ട്. പിന്നെ DQവിന് തന്നെ ഒരു വേറെ ലെവലായിരുന്നു ആ ഒരു റോള്. കാരണം എന്താ പറയാ, ഇതുപോലത്തെ റോൾസ് ചെയ്തിട്ടുണ്ട് DQ, പക്ഷെ എന്നാലും ആ റോളിന്റെ ആ ഒരു സ്ട്രോങ്ങും ആ ഒരു സ്ക്രീൻ പ്രസൻസും പിന്നീട് എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ, കാരണം നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു DQവിനെ. അതിനുശേഷമാണ് നമുക്കറിയാൻ ചുപ്പും സിനിമകളൊക്കെ ഇറങ്ങിയത്. അപ്പം ഓൾമോസ്റ്റ് DQവിനെ പുറത്തുള്ള എല്ലാവരും അറിഞ്ഞൊരു സിനിമയും കൂടിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് DQ അല്ല നമുക്ക് കാണാൻ പറ്റിയ, കുറുപ്പ് എന്നുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഒരൊറ്റ വേഷവിധാനത്തിലല്ല DQ ഉള്ളത്. പല ഏകദേശം ഒരു 6-7-8 എന്താ പറയാ ഗെറ്റപ്സിൽ വരുന്നുണ്ട് DQ ആ മൂവിയില്. ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ പടം. അത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഫ്രഷ്നെസ് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ പറയില്ലേ, ശരിക്കും പറഞ്ഞതുപോലെ തന്നെ DQനല്ല നമുക്ക് കാണാൻ പറ്റിയത് ആ ഒരു ക്യാരക്ടർ, കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെയാണ് ഉടനീളം നമ്മൾ ആ മൂവിയിൽ ആ ഒരു വില്ലനിസം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് ആ നെഗറ്റീവ്നെസ് കണ്ണിലായാലും അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു ടോണും സൗണ്ട് മോഡുലേഷനും എല്ലാം സൂപ്പർബായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ നമുക്കറിയാം അത്രയും കംഫർട്ടായിട്ട് DQ അത് ചെയ്തതും ഒരു കാരണമുണ്ട്. ശ്രീനാഥ് രാജേന്ദ്രൻ, നമ്മുടെ ഫസ്റ്റ് DQവിന്റെ ഫസ്റ്റ് പടം സെക്കൻഡ് ഷോന്റെ ഡയറക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അതിൽ സണ്ണി വെയിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഉണ്ട്. എല്ലാവരും ആ ഒരു ഭയങ്കര ഒരു നമ്മൾ എല്ലാവരും ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ചെയ്ത സംഭവം പടം തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഇതിന്റെ മ്യൂസിക് വേറെ ആരുമല്ല, സുഷിൻ ശ്യാം. അതിന്റെ അല്ലെ മ്യൂസിക്കും അതിലെ പാട്ടൊക്കെ നമുക്ക് അറിയാം എത്ര ഇമ്പോർട്ടന്റ് ആണ് പടത്തിൽ. അതുപോലെ തന്നെ BGM, പടത്തിലെ BGM അവസാനത്തോട്ടൊക്കെ അറിയാം. നമ്മൾ ആ ഒരു ക്ലൈമാക്സിലെ BGM ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ചു. സംഭവം കിടക്കാച്ച ലെവലായിരുന്നു. അപ്പൊ ഇതിനകത്ത് കുറേയധികം പാട്ടൊന്നും ഇല്ല, 1-2-3 പാട്ടുകളേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഭയങ്കര ഒരു ടച്ചി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ഭയങ്കര ഒരു ഇമ്പാക്ട് തരുന്ന ഒരു സോങ് ഉണ്ട്. വേണമെങ്കിൽ ആ സോങ്ങിലൂടെ നമുക്ക് വേണമെങ്കിൽ കഥ ഫുള്ളായിട്ട് അല്ലെങ്കിൽ മൂവി ഫുള്ളായിട്ട് എവിടേക്കോ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. അയ്യോ, അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയി. നമ്മളെ ശോഭിത എന്ന റോള് ചെയ്തതും ഗംഭീരായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഇന്ദ്രജിത്തിന്റെ റോള് നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ്. കാരണം ആ സിനിമയിൽ ഇന്ദ്രജിത്തും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ആ ഒരു പോലീസ് വേഷത്തിൽ. നമുക്ക് പിന്നീടുള്ള സിനിമകളിൽ നമ്മൾ ഇന്ദ്രജിത്തിന്റെ പോലീസ് വേഷത്തിൽ തന്നെ കാണാൻ ആഗ്രഹിച്ചു പോയതിൽ ആ ഒരു റോള് കണ്ടില്ലേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഗസ്റ്റ് അപ്പിയറൻസിൽ ഒന്ന് അനുപമയുടെയും ടൊവിനോന്റെ റോളിന്റെ മോനെ വേറെ. അപ്പൊ 1 year ഓഫ്, ഞാൻ അവരുടെ 1 year ഓഫ് കിങ് ഓഫ് കോതാണ്, സോറി അതാണ് ഇപ്പൊ അതിലുള്ളത്. സോ 1 year ഓഫ് കുറുപ്പ്, അത് നമുക്ക് ഇന്ന് ആഘോഷിക്കാം. പാതിരാക്കാലം സോങ്. അപ്പൊ എന്തായാലും കുറച്ചും കൂടി കഥയും കിട്ടും പ്രോപ്പറായിട്ട്. അത് കുറച്ചാളായില്ലേ നമ്മൾ കണ്ടത്, ഒരു റീകളക്ടിങ് അല്ലേ. BGM ഉണ്ടോ ഫസ്റ്റ് തന്നെ? എന്താ ഇതിനാണ് ഞാനല്ലേ പറഞ്ഞു കഴിഞ്ഞു. ശരി, ഒരു പഴയ ക്ലാസിക് ടച്ച് അല്ലേ മ്യൂസിക്കിന്? ഫുൾ ക്ലാസിക് ടച്ച് അല്ലേ പടത്തിൽ. ആ ഒരു ഓഫ്, ആ ഒരു ഒഴുക്ക്, ഇതാണ് ഈ ഏരിയയാണ് പൊളി. ഓ
അവരുടെ തന്നെ അന്വേഷണം ഉണ്ടാക്കണത്. ഒരു പാവായിട്ടിരിക്കുന്നുണ്ട്, ഒന്നും അറിയാത്തപോലെ. കൊറേ വേഷങ്ങൾ ഇതിനകത്തന്നെ കാണിച്ചിട്ടില്ലേ? മറ്റേ സീന് ശോഭിതയുടെ അവരുടെ ലൈഫും കൂടി കാണിക്കുന്നില്ലേ, ആ തകരുന്നതിന്റെ. ഇവിടെയല്ലേ ഉള്ളത് ശരിക്കും ആ സീനിലെ കപ്പലിലോട്ടോ. ചില സ്ഥലത്തൊക്കെ മമ്മൂക്കി തന്നെയല്ലേ. കൃഷ്ണദാസ് ഭരത് കൊറേ ആൾക്കാരെ വിട്ടു നമ്മള്, കൊറേ ആയിട്ട് നടത്തുന്നു. നോർത്ത് ലുക്കിലെ രാജസ്ഥാൻ. ആ വന്ന് ബീറ്റ്. ഓഫ് അയാളൊരു നിഗൂഢത. മോനെ എന്താ ശരിക്കും ഈ ഒരു പടത്തില് നമ്മള് കണ്ട സമയത്ത് നമുക്ക് 2-3 അഭിപ്രായങ്ങൾ ഈ ഒരു മൂവിയിൽ ഉണ്ടായിരുന്നു. അതായത് ഇത് വില്ലനിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ, പക്ഷെ വില്ലനിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നുള്ളത് ഈ പാട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. പടത്തിലും അതെ, പടത്തിലും നമുക്ക് കാണാൻ പറ്റും. ഒരിക്കലും കംപ്ലീറ്റ്ലി ഒരു വില്ലനെ ഭയങ്കര സൂപ്പർ ഇതാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവം ഒന്നല്ല. കറക്റ്റായിട്ട് എന്തൊക്കെ നിസ്സഹായ അവസ്ഥ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു. അതായത് ഇപ്പൊ ഒരു വില്ലൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വില്ലൻ നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി ഒരിക്കലും പുറത്ത് കാണിക്കാൻ പറ്റില്ല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസ്ഥ കണ്ടില്ലേ, ഓരോ വേഷത്തിൽ അടക്കുന്നത്, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു ലക്ഷറി സംഭവങ്ങളിലൊന്നും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളെ അക്കൗണ്ടിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് പുറത്തു പോകാൻ ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മളെ ഹാപ്പിയാണ്. അതായത് നമ്മളാരും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ പോലീസ് നമ്മളെ ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സംഭവം. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ നമ്മളിങ്ങനെ മുങ്ങി നടക്കേണ്ട അവസ്ഥ. അത് ശരിക്കും എന്താ പറയാ, നമ്മളറിയില്ലേ, വേണമെങ്കിൽ ചാകുന്നതിലും ദുരവസ്ഥയാണ്. ശരിക്കും ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഇതല്ലേ. കാരണം വെച്ചാല് ജയിലിൽ പിടിച്ചിടുന്നതിനേക്കാളും വലിയ ശിക്ഷയാണ് ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കാന്നുള്ളത്. ഒരിക്കലും പിടിക്കപ്പെടാൻ, പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലൈഫ് ലോങ് ജയിലിൽ തന്നെ ആയിരിക്കും. കാരണം മാതിരി സംഭവങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു വില്ലൻ ഷെയ്ഡ് ദുൽഖർ ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ അല്ല, ശരിക്കും ആ ദുൽഖറിന്റെ ആ ഒരു പെർഫോമൻസിനെയാണ് നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്തത്. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു കുറിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരിക്കലും മഹാനായിട്ട് നമ്മൾ പറഞ്ഞതൊന്നുമല്ല ഈ പടത്തില്. വിഷ്വലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പടത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് മ്യൂസിക്കിന്റെ, കാരണം ഇപ്പൊ സുഷിൻ ശ്യാം ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി, ഈ പാട്ടിൽ ഉണ്ടാക്കിയതായാലും വല്ലാത്തൊരു റേഞ്ചാണ്. ആ ഒരു നിഗൂഢതയും സംഭവങ്ങളെ അവർ ഭയങ്കരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പാടിയിരിക്കുന്ന സിംഗർ ഒരു രക്ഷയില്ലാണ്ട് പാടിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്താ പറയാ, ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് അല്ലെ. ആ എന്താണോ ദുൽഖർ അനുഭവിക്കുന്നത് അത് കറക്റ്റായിട്ട് കാണാം. ആ ഒരു പെയിൻ, ആ ഒരു എന്താ പറയാ വില്ലൻ ആ ഒരു ഇത്, പിന്നെയാണെങ്കിൽ പവറും ഉണ്ട് ഇതിനകത്ത്. ആ ഒരു പവറും കാണിക്കുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള, പാടിയാളുടെ പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ടാണ് പറയാത്തത്. അതുപോലെ തന്നെ ലിറിക്സ് എഴുതിയ ആളും പൊളി. കാരണം ആ വരിക്കും നല്ല അർത്ഥമുണ്ട്. ആ ഒരു ഏതേതോ കഥ, ആ സംഭവം പൊളി. ആ ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാട്ടിലെ അല്ലെ. ആ ഒരു ഇങ്ങനെ വന്നിട്ട് നമ്മള് മറ്റേ സ്ഥാനത്തിലേക്ക് എന്താ പറയാ, മറ്റേ ആ ഒരു സിസു എന്താ പറയാ, മറ്റേ ആകാശത്തൊട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ താഴോട്ട് മുകളിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഇങ്ങനത്തെ ഒരു സാധനം കിട്ടില്ലേ, അതൊക്കെ വരും ആ ഒരു ലൈനില്. വേറെ ലെവൽ മ്യൂസിക്. പിന്നെ അവസാനത്തെ ആ ഒരു മ്യൂസിക് മാത്രമായിട്ട് വന്നത് നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്ത് ഓരോ ദുൽഖറിന്റെ ഓരോ വേഷവിധാനങ്ങൾ കാണിച്ചത് നല്ല രസമായിട്ടുണ്ട് പാട്ടിൽ വന്ന സമയത്ത്. ഫുൾ ആൻഡ് ഫുള്ള് വേണമെങ്കിൽ
നമ്മള് ചിലപ്പോ ഈ പടം കണ്ടു കഴിയുമ്പോ ബാക്കി എല്ലാരും മറന്നു അല്ലേ? അതൊരു സംഭവല്ലേ? ആരൊക്കെ അഭിനയിച്ച് ചിലപ്പോ ദുൽഖറിന് മാത്രമേ അതിനകത്ത് ഓർക്കുള്ളൂ. പെട്ടെന്ന് നമ്മളെ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് 2 തവണ കണ്ടെങ്കിലും പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം രണ്ടാമത് റീകളക്ട് ചെയ്ത് കാണുമ്പോൾ നമ്മൾ അതിന് മുന്നേ സംസാരിച്ച ഫസ്റ്റ് ഇൻട്രോ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കുറെ ആൾക്കാരുടെ പേര് വിട്ടുപോകുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ദുൽഖറിനെ തന്നെ ഓർമ്മ വരിക. പിന്നെ പടം ഇപ്പൊ പാട്ട് കണ്ടപ്പോഴാണ് നമ്മൾ ഭരത് അഭിനയിച്ച തന്നെ ഓർമ്മ വരുന്നത് പെട്ടെന്നല്ലേ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഇപ്പൊ ഇതേ ഒരു ക്ലാസി അല്ലെങ്കിൽ ഒരു ഓൾഡ് ഒരു വിന്റേജ് ലുക്കിൽ വരുന്ന ഒരു പടമാണ് കിങ് ഓഫ് കോത്ത. അപ്പൊ അതിനകത്തും ഇതുപോലത്തെ ഒരു റോളൊക്കെയാണ് ഏകദേശം ലുക്കൊക്കെ കാണുന്ന സമയത്ത്. അപ്പൊ ആ കിങ് ഓഫ് കോത്ത എന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ്. അതിന്റെ ഫെർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. വരും. അപ്പൊ എന്തായാലും ആ ഒരു കുറിപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ബസ്റ്റർ ആ സമയത്ത് ഇറങ്ങി, അതായത് കോവിഡിന് ശേഷം ഇറങ്ങി അടിച്ച് തൂഫാനാക്കിയ തിയേറ്ററുകളൊക്കെ. അത് മാത്രമല്ല 100 കോടിക്ക് മേലെ കളക്ഷനും നേടിയിട്ടുണ്ട് സിനിമ. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇറങ്ങിയ ദുൽഖറിന്റെ സിനിമകളും ഗംഭീരായിരുന്നു. ഇപ്പൊ നല്ല റേഞ്ചിലാണ് ഉള്ളത്. സീതാരാമായാലും ചുപ്പായാലും എല്ലാം. ഈ ഒരു പടം എന്ന് പറയുന്നത് ദുൽഖറിന്റെ കരിയറിൽ തന്നെ ഒരു വഴിത്തിരിവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ പടവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. കിങ് ഓഫ് കോത്തൊക്കെ വെയിറ്റ് ചെയ്യുന്നവര് കമന്റിൽ വന്നിട്ട് അറിയിക്കുക. യെസ്. അപ്പൊ ഇത്രയുള്ള ഇതുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.